EK ഉസ്താദിനെ നിങ്ങൾ പിൻപറ്റുന്നുണ്ടോ ഇല്ലേ? അത് തുറന്ന് പറയൂ. മഹാനായ ശംസുൽ ഉലമ വലിയ മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ടവർ. ആ ശംസുൽ ഉലമയെ നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലേ? ശംസുൽ ഉലമ ഇവിടെ പഠിപ്പിച്ച ദീൻ നിങ്ങളത് പിൻപറ്റുന്നുണ്ടോ ഇല്ലേ? വേഗം പറ. വളരെ കൃത്യമായ ചോദ്യമാണ്. നിങ്ങൾ ശംസുൽ ഉലമയുടെ പേര് പറഞ്ഞ് കുറേ പരിപാടികൾ നിങ്ങൾ പലയിടങ്ങളിലും നടത്തിയെന്നതുകൊണ്ട് സമൂഹം നിങ്ങളെ വിശ്വസിക്കുമെന്ന് തെറ്റിദ്ധരിച്ചോ നിങ്ങൾ? അങ്ങനെ കുരുവട്ടൂരിസത്തിലുള്ള കുറച്ച് ആളുകളെപ്പോലെ ബുദ്ധി വേറെ എവിടെയോ പണയം വെച്ചവരല്ല പൊതുസമൂഹം. വളരെ വ്യക്തമാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ശംസുൽ ഉലമയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? EK ഉസ്താദിന്റെ മാതൃക കണ്ടോളൂ. കുല്ലമാ ളഹറ ഫി അസ്രിൻ മിനൽ അസ്വാർ വാരിതും മിനൽ വറസ ഫഅലാ ഗൈരിഹിം മിൻ അബ്നാഇൽ അസ്രി ഇഅ്തിഖാദുഹും വസ്സുഹബത്തു മഅഹും. ഒരു കാലത്ത് ഒരു മഹാൻ വന്നാൽ, ഒരു ശൈഖ് വന്നാൽ, ഒരു വലിയ വന്നാൽ അക്കാലത്തുള്ളവർക്ക് നിർബന്ധമാണ് അവരെ പിന്തുടരൽ, അവരോട് സഹവസിക്കൽ. ഇതാണ് EK ഉസ്താദ് ഇവിടെ എഴുതി വെച്ച്. വളരെ ശരിയാണ്. EK ഉസ്താദ് പഠിപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. EK ഉസ്താദ് പഠിപ്പിച്ച വഴിയിൽ പോകാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നമ്മുടെ ചോദ്യമാണ്. ഒരു വലിയ വന്നാൽ ആ വലിയനെ അംഗീകരിക്കണം. EK ഉസ്താദ് പഠിപ്പിച്ച വലിയ ആശയമാണ്. ലോകത്തുള്ള എല്ലാ ആലിമീങ്ങളും എല്ലാ ഇമാമുകളും പഠിപ്പിച്ച ആശയമാണ്. ഔലിയാക്കളെ അംഗീകരിക്കണം, മഹാന്മാരെ ബഹുമാനിക്കണം, അവരെ പിൻപറ്റണം എന്നത്. പക്ഷെ കള്ളന്മാരെയല്ല. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്വർണത്തിൻ്റെ മഹത്വം പറയാം, സ്വർണത്തിൻ്റെ മൂല്യം പറയാം, അതിൻ്റെ പോരിഷ പറയാം, എന്നിട്ട് എടുക്കാത്ത ചെമ്പ് കാണിച്ചിട്ട് ഇത് സ്വീകരിക്കണം എന്ന് പറയാം. അതിന് വിശ്വാസികളെ കിട്ടൂല. EK ഉസ്താദ് പഠിപ്പിച്ചത് സ്വർണം, ആ മഹാന്മാരാകുന്ന മൂല്യവത്തായ മഹത്തുക്കൾ, അവരെ സ്വീകരിക്കണമെന്നതാണ്. അത് എല്ലാ ഇമാമുകളും പഠിപ്പിച്ചതാണ്. എന്നാൽ കള്ളന്മാരെ സ്വീകരിക്കണമെന്ന് ആരാ പറഞ്ഞത്? EK ഉസ്താദ് പറഞ്ഞു? ഇല്ല. നിങ്ങളെ കുരുവട്ടൂരിസത്തെ പോലുള്ള കുറെ കള്ളന്മാർ EK ഉസ്താദിന്റെ കാലത്ത് വന്നിരുന്നു. അവരെ ഉസ്താദ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഞാനത് പറയുന്നുണ്ട്. EK ഉസ്താദ് പറഞ്ഞത്, കാലഘട്ടത്തിലുള്ള മശായിഖന്മാർ, മഹാന്മാരായ ആലിമീങ്ങൾ, അവരെ പിൻപറ്റണം. താജുൽ ഉലമയെ പിൻപറ്റണം, സുൽത്താനുൽ ഉലമയെ പിൻപറ്റണം, റഈസുൽ ഉലമയെ പിൻപറ്റണം. അങ്ങനെയുള്ള മഹത്തുക്കളായ ഉലമാഇനെ പിൻപറ്റണമെന്നാണ് EK ഉസ്താദ് പറഞ്ഞത്. എന്നാൽ ചില കള്ളന്മാർ വന്നു. ആ കള്ളന്മാർ വന്നാൽ ഉസ്താദിന്റെ നിലപാട് എന്തായിരുന്നു? വയനാട്ടിലൊരു ഔലിയ മഹാനായ കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടില് അവിടെ ഒരു പ്രോഗ്രാമിന് ശംസുൽ ഉലമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജി പറഞ്ഞു, ഇവിടെ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ. എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയായി. അവനെങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൂഫിയാജി വരക്കാൻ തുടങ്ങി. ഔലിയല് അവന്ന് വിളിക്കുക. ആരെ വിളിക്കുന്നത്? ശംസുൽ ഉലമ. മോനോട് ഇവിടെ വരാൻ പറയുന്നു. അവന് ശംസുൽ ഉലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുന ശംസുൽ ഉലമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവനാകെ പറിച്ച ശംസുൽ ഉലമയുടെ സിംഹഗർജനമാണ്. താടി ബർപ്പിച്ചുകൊണ്ടുള്ള ആ ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സൂഫിയാജിയോട് ശംസുൽ ഉലമ അടിച്ചിറക്കൂ അവനെ. കണ്ടില്ലേ? കള്ളന്മാര് വന്നപ്പോ ശംസുൽ ഉലമ അടിച്ചിറക്കി. ഏത് കള്ളന്മാര്? ശരീഅത്തൊന്നും വേണ്ട, ത്വരീഖത്ത് ഞങ്ങൾ വേറെ ടീമാണ്, ഞങ്ങൾക്ക് നിസ്കാരമില്ല, നോമ്പില്ല എന്ന് പറഞ്ഞിട്ട് ഔലിയ ആണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന കുറെ ജന്മങ്ങളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ഉലമാ കൈകാര്യം ചെയ്തു. ശംസുൽ ഉലമ EK ഉസ്താദ് കൈകാര്യം ചെയ്തു, അടിച്ചിറക്കിയവനെ. ശരീഅത്ത് വേണ്ട, ഞങ്ങൾക്ക് നിസ്കാരം വേണ്ട, ശരീഅത്തിന്റെ നിയമം ബാധകല്ല എന്ന് പറയുന്ന ടീമിനെ ശംസുൽ ഉലമ അടിച്ചിറക്കി. നൗഷാദേ, ഇത് തന്നെയല്ലേ താങ്കളുടെ കള്ളത്വരീഖത്തിന്റെയും അവസ്ഥ? അല്ലേ? കള്ളത്വരീഖത്തിന്റെ അവസ്ഥ അതല്ലേ? എന്ത്? ശരീഅത്തിന്റെ നിയമം ബാധകമല്ല എന്നല്ലേ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ലേ കുരുവട്ടൂരിസം പറയുന്നത്? കേൾക്കാം. സുന്യാന്ന് പറഞ്ഞാ പോരാ, റബ്ബിന്റെ ഇൽഹാം ഔലിയാക്കൾക്കുണ്ടോ? അല്ലേ? ഉണ്ട് എന്നാണെങ്കിൽ അതുള്ള ഒരാള് ഇനിയിപ്പോ ഒരു സ്വർണ്ണമുദാൻ ധരിച്ചു, നമ്മളെങ്ങനെ എതിർക്കുക? അല്ല നേരെ പറഞ്ഞതാണ് ധരിച്ചു എന്നാണെങ്കിൽ എങ്ങനെ എന്താട്ടും? അല്ല നേരെ പറയാണ്, പിന്നെ എന്റെ കിതാബിനുണ്ടായിട്ട് കാര്യമുണ്ടോ?
അല്ലെങ്കിൽ റസൂലുള്ള നേരിട്ട് വന്നിട്ട് പറയാണ്, ധരിച്ചോ മോനെ, അള്ളാഹുവിന്റെ റസൂൽ യഖ്ലത്തിൽ തന്നെ അഖ്താബീങ്ങളുടെയും ഔലിയാക്കളെയും സമീപത്ത് വന്ന് എന്തിനും സമ്മതം കൊടുക്കാം, യഖ്ലത്തിൽ വരാതെയും കൊടുക്കാം, ഇൽഹാമിലൂടെ കൊടുക്കാം, അള്ളാഹു നേരിട്ട് പറയാം. എന്നിട്ട് എന്റെ നിയമം പറഞ്ഞ് ഇവരടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? കണ്ടോ? അപ്പൊ ശരീഅത്തിന്റെ നിയമം ഞങ്ങൾക്ക് ബാധകല്ല, അത് ഇൽഹാമിലൂടെ കിട്ടിയതാണ്. എന്തിനെ? സ്വർണ്ണമോതിരം ധരിക്കാനേ. ശരീഅത്തിലെ ഹറാമാണ് പുരുഷന്മാർക്ക് സ്വർണ്ണമോതിരം ധരിക്കൽ. പക്ഷേ ചില കള്ളന്മാർ സ്വർണ്ണമോതിരം ധരിക്കും. അവർ ചിലപ്പോൾ പകലിൽ നോമ്പ് നോൽക്കാതെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് നടക്കും, നിസ്കരിക്കാതെ നടക്കും. അത് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഇൽഹാമിലൂടെ വിവരം കിട്ടിയതാണ്. മോനെ നീ നിസ്കരിക്കണ്ട, മോനെ നീ നോമ്പെടുക്കണ്ട, മോനെ നീ സ്വർണ്ണമോതിരം ധരിച്ചോ എന്ന് ഇൽഹാമിലൂടെ കിട്ടിയതാണ്. അങ്ങനെയുള്ള കള്ളന്മാർ വന്നാൽ അടിച്ചിറക്കണമെന്നാണ് ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ശംസുൽ ഉലമയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലേ? അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ കള്ളത്വരീഖ് വലിച്ചെറിഞ്ഞു പോകണം. നിങ്ങൾ ശരീഅത്തിന്റെ നിയമം ബാധകമല്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഈ കള്ളത്വരീഖത്തുണ്ടല്ലോ, നിങ്ങളുടെ ഈ വ്യാജമുണ്ടല്ലോ, അതേ പടിയടച്ച് പിണ്ടം വെക്കണമെന്നാണ് ശൈഖുനാ ശംസുൽ ഉലമ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ശംസുൽ ഉലമയുടെ പേര് 2 പ്രാവശ്യം പറഞ്ഞ് കുറച്ച് മഹത്വം കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ രക്ഷപ്പെടാമെന്നാണോ കരുതുന്നത്? നിങ്ങളെപ്പോലുള്ള കള്ളത്വരീഖത്തുകാരെ നന്നായി കൈകാര്യം ചെയ്തവരാണ് ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകൾ. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവറുകൾ. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം ഉലമാഇനിടയിൽ ഉണ്ടായിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലേ? അഖീദയിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമുകൾക്കിടയിൽ ശാഖാപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ 4 മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ മുസ്ലിം ലോകം അവരാരെയും വേർതിരിച്ച് കാണുന്നില്ല. വിഭാഗീയമായി ഒരാളെയും ചീത്ത പറയുകയോ പരിഹസിക്കുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. എല്ലാവരെയും ബഹുമാനിക്കുന്നതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. അതുപോലെ തന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാഇനിടയിൽ നടന്ന ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉലമാഇനിടയിലുള്ള ചർച്ചയാണ്. അതിനപ്പുറത്തേക്ക് സാധാരണക്കാര് പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ പാടില്ല എന്ന് പേരോട് ഉസ്താദ് അടക്കമുള്ള ഞങ്ങളെ ആലിമീങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. എന്നിട്ട് നൗഷാദിനോട് ആരോ പറഞ്ഞു പോൽ ഇ കെ വിഭാഗത്തിനെ ചീത്ത പറയണം. എവിടെ നിന്ന് പഠിച്ചു? നിങ്ങളെ ഈ ശൈത്വാന്റെ ഹദ്റത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയാ കിട്ടരുത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഉസ്താദ് അവർകൾ പഠിപ്പിച്ചത് ഇതുപോലുള്ള ശരീഅത്ത് വേണ്ട എന്ന് പറഞ്ഞു വരുന്ന വ്യാജന്മാരെ കണ്ടാൽ അവരെ നിങ്ങൾ അടുപ്പിക്കരുത്, ആട്ടി ഓടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവർകൾ നിങ്ങളുടെ കള്ളത്വരീഖത്തിന് അനുകൂലമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇ കെ ഉസ്താദ് പഠിപ്പിച്ച കാര്യങ്ങളാണ് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരായ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇ കെ ഉസ്താദിനോട് ഇപ്പോൾ പ്രത്യേകമായ ഒരു സ്നേഹം വന്നതാണ്. എന്തിന്? അത് ഇ കെ സമസ്തയിലൊന്ന് ചാരി നിൽക്കാൻ പറ്റുമോ എന്ന ഒരു അത്യാഗ്രഹമാണ് അവിടെ. സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയില്ല എന്നിപ്പോൾ ബോധ്യപ്പെട്ടു. കിതാബ് വെച്ച് വായിച്ചാൽ പിടിക്കപ്പെടുമെന്ന് ബോധ്യപ്പെട്ടു. സ്വപ്നത്തിന്റെ പേര് പറഞ്ഞ്, അതുപോലെ തദ്ബീറുൽ ആലമുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ നിയലുമായി ബന്ധപ്പെട്ട് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കെതിരിൽ പറഞ്ഞ മുഴുവൻ കളവുകളും ഞങ്ങൾ പിടികൂടി. നിങ്ങൾ വായിക്കുന്നത് മുഴുവനും കള്ളത്തരത്തിലൂടെയാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ കാലിൽ നിൽക്കാൻ കഴിയൂല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചാരി നിൽക്കാനുള്ള ശ്രമമാണ്. അത് നടക്കൂല എന്ന് ഞാൻ മൗലവിയെ ഓർമ്മപ്പെടുത്തുകയാണ്.